അങ്ങനെ നമ്മുടെ പുതിയ ഹാരിയർ ടി വി കാണാനായിട്ട് നമ്മൾ നേരെ കൊച്ചിയിലുള്ള ലെക്സൺ ടാറ്റ മോട്ടോഴ്സിൽ എത്തിയേക്കാട്ടോ. ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും കിടക്കുന്ന കാർ കണ്ടില്ല. ഈ വണ്ടി കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി കാണും ഇത് ആരുടെ വണ്ടിയാണ്. അത് നമ്മുടെ സ്വന്തം ഇഷാംബ്രോന്റെ വണ്ടിയാട്ടോ. ഒട്ടനവധി ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല ഫാൻസ് ഉള്ള വണ്ടിയായിട്ട്. ഈ കാർ ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. എന്തായാലും ഷോറൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും നമുക്ക് നല്ല കോഫിയൊക്കെ തന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാർ മൊത്തത്തിലൊന്ന് കാണാനായിട്ട് പോകുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ വണ്ടി അങ്ങ് വീഴ്ത്തിയിട്ടാ. ബാക്ക് വ്യൂ ആണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും ഫ്രണ്ട് വ്യൂ ആണെങ്കിലും ഒരു രക്ഷയില്ല. ഇന്റീരിയറിന്റെ കാര്യത്തിലും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ JBLന്റെ ചുറ്റുമുള്ള 10 സ്പീക്കറോടായപ്പോൾ നമ്മൾ ഹാപ്പി. കണ്ടില്ലേ, നവരസങ്ങളാണ് പുറത്തുനിന്ന്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ സൺറൂഫ് ആണ്. പുതുതായിട്ട് ഇറങ്ങിയ പല വണ്ടിയിലും നമ്മൾ ഇത് മിസ് ചെയ്തു. നല്ല ഹെവി സൈസ് ഡോറാണ് കേട്ടോ ഇവർ. പിന്നെ ടാറ്റ ആയതുകൊണ്ട് പറയും വേണ്ട. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. കൂടെ ഒരു സ്റ്റെപ്പിന് ടയർ. എന്തായാലും ഈ വണ്ടി റോഡിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. പക്ഷേ ഇതുവരെയുള്ളതിന്റെ ആഡ്സും പ്രൊമോഷനും വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ആളൊരു വീഗനം തന്നെയാണ്. എന്തായാലും ബാക്കി കാര്യങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് കാണാം. പുതുതായിട്ട് ഒരു കാർ എടുക്കുന്ന ഫാമിലിയുടെ സന്തോഷത്തിനായിട്ട് ഒരാൾ കഷ്ടപ്പെടുന്നതാണ്. പിന്നെ കുറച്ചു നേരം പോയി ആ വണ്ടിയുമായി നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ. രാത്രി ആയതുകൊണ്ട് അതുപോലെ തന്നെ നല്ല മഴയുള്ളതുകൊണ്ട് നമ്മളൊരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തിരിക്കാന്ന് വെച്ചോട്ടാ. ഈ കാണുന്ന ചായ നമ്മുടെ ചെക്കന് കൊടുക്കാനായിട്ട് നമ്മൾ പോകട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല ഓട്ടോ ആയതുകൊണ്ട് ആള് നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കട്ടെ. പിന്നെ ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാ കേട്ടോ. എന്തായാലും നമ്മൾ സേഫ് ആയിട്ടാ. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ കാണാം.